ചാണകതന്ത്രം എന്നുള്ള അഭിപ്രായം തന്നെയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഞങ്ങൾ 3 പേരുടെയും അഭിപ്രായം അത് തന്നെയാണ്. ഇന്നിപ്പോൾ PV അൻവർ ചെന്നൈയിലെ KTDC റെയിൻ ഡ്രോപ്സ് ഹോട്ടലിൽ നടത്തിയ കൂടിക്കാഴ്ച അത് DMKയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. സെന്തിൽ ബാലാജി എന്ന് പറയുന്നത് ഇത്രയും കാലം ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് വന്ന ശേഷം വീണ്ടും മന്ത്രിസ്ഥാനം കൊടുത്ത നേതാവാണ്. സ്റ്റാലിനുമായി ഏറ്റവും അടുത്ത നേതാവാണ്. അപ്പോൾ സെന്തിൽ ബാലാജിയുമായിട്ടാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ അതിൽ കൃത്യമായും ഇവിടുത്തെ സാഹചര്യമൊക്കെ കൃത്യമായി അറിയിക്കുകയും ചില കാര്യങ്ങൾ, ചില തന്ത്രങ്ങൾ ഉരുത്തിരിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കേരളത്തെ രാഷ്ട്രീയം സ്വാഭാവികമായും അവർ ആ തരത്തിൽ നിരീക്ഷിക്കുന്നുമുണ്ടാകും. അപ്പോൾ അത് ഇന്നലെ പെട്ടെന്ന് പോയി കണ്ട് നടത്തിയൊരു ചർച്ചയുടെ ഭാഗമായിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കാമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇവിടെ PV അൻവറിനെ തീവ്ര നിലപാടുള്ള ആള്, സ്വർണ്ണക്കടത്തുകാരൻ എന്നൊക്കെ ആരോപിക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ചയും ഏറ്റവും ശക്തനായ സെക്യുലർ നേതാവിനൊപ്പം ഒരു സഖ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വിജയത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് CPMന് വീണ്ടും ആ വാദം ഉന്നയിക്കുന്നതിനൊരു തടസ്സമാകും. കാരണം ഇപ്പോൾ നാളത്തെ അദ്ദേഹത്തിൻ്റെ പരിപാടിയുടെ സ്വഭാവം അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കുമോ സംഘടനയായിരിക്കുമോ അതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മളോട് PV അൻവർ പറഞ്ഞത്. അതെന്തായാലും ആ പരിപാടിയിലേക്ക് എത്തുന്ന 1 ലക്ഷം പേർ വരുമെന്ന് പറയുന്നു. 1 ലക്ഷമോ 1.5 ലക്ഷമോ എന്തോ ആവട്ടെ, അവിടേക്ക് വരുന്നവർ മുഴുവൻ തീവ്ര നിലപാടുകാരാണ് എന്ന വാദം ഇനി CPMന് ഉയർത്തുക ബുദ്ധിമുട്ടാകും. കാരണം DMK കൊണ്ടുവരുന്ന ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ PV അൻവറിനെ കേൾക്കാൻ, PV അൻവറിന് ഒപ്പം ആരൊക്കെയുണ്ട് എന്നറിയാനൊക്കെ അത്രയും ആളുകൾ വരും. PV അൻവറിന് വിചാരിക്കാത്തിടങ്ങളിൽ നിന്ന് വരെ സാധാരണ ജനങ്ങളിൽ നിന്ന് എങ്ങനെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ വിഷയത്തിൽ കണ്ടതാണ്. അത് PV അൻവർ എന്ന വ്യക്തിയിലുള്ള പിന്തുണയല്ല, അപ്പുറത്ത് CPM എടുക്കുന്ന നിലപാടിനുള്ള എതിർപ്പ് കൊണ്ടുവരുന്ന പ്രതികരണങ്ങളായിട്ടാണ് അതിനെ കാണേണ്ടത്. ആ നിലയ്ക്ക് വേണം അതിനെ കാണാൻ. ഇപ്പോൾ ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ പിന്തുണ എല്ലാ കാലത്തും CPMനൊപ്പമാണ്, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPMനൊപ്പമായിരുന്നു. അവർ എഴുതിയിരിക്കുന്ന റിസാലിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ പിണറായി വിജയൻ ആരുടെ PR ഏജൻസിയാണ് എന്നുള്ളതാണ്. പിണറായി വിജയനെ തന്നെയാണ് വിമർശിക്കുന്നത്. പിണറായി വിജയനുമായിട്ടാണ് ഏറ്റവും അടുപ്പം കാന്തപുരത്തുണ്ടായിരുന്നത്. അവിടെയാണ് പിണറായി വിജയൻ ആരുടെ PR ഏജൻസിയാണെന്ന ചോദ്യം വരുന്നത്. അതിൽ ഈ ഹൊസബളയുമായിട്ടുള്ള ADGPയുടെ കൂടിക്കാഴ്ചയെ പറ്റി പറയുന്നു. മലപ്പുറത്തെ മലപ്പുറം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കാര്യങ്ങൾക്ക് മറുപടിയില്ലാത്തതെന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അടക്കമുള്ള വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന വിഷയങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം പ്രതികരിക്കാൻ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് മലബാറിലെ മുഴുവൻ ന്യൂനപക്ഷ വിഭാഗത്തെയും അത് മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ മുറിപ്പെടുത്തൽ CPMന് എതിരായി പ്രവർത്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ത് ചോദിക്കുമ്പോഴും ഞങ്ങളിതാ രണ്ടാമതും അധികാരത്തിൽ വന്നത് നിങ്ങളുടെ വിമർശനങ്ങൾ ഒക്കെ മറികടന്നുകൊണ്ടാണ് എന്ന് മാധ്യമങ്ങളോട് എല്ലാ ഘട്ടത്തിലും CPM പറയുന്നു. അത് ശരിയായിരിക്കാം, അത് ശരി തന്നെയാണ്. ആ ഘട്ടത്തിൽ ഉയർന്ന വിവാദങ്ങൾ മാത്രമല്ല, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ എന്തും ചെയ്യാനുള്ള ലൈസൻസായി അത് മാറുന്നില്ലല്ലോ. ADGPയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാട് ഇന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ റിപ്പോർട്ട് വൈകിയ വേളയിൽ രാത്രി ഇതാ DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നു. നാളെ അതിന്മേലൊരു പ്രതികരണം വരുമോ? നാളെ വന്നാൽ എന്ത് പ്രതികരണം വന്നാലും അതൊരു രാഷ്ട്രീയ പ്രതികരണമായിരിക്കില്ല, സാങ്കേതിക പ്രതികരണമായിരിക്കും. അപ്പോൾ ഈ നിലയ്ക്കാകുമ്പോൾ CPM തന്നെ, MV ഗോവിന്ദൻ തന്നെ മറിച്ചുള്ള നിലപാടുകൾ ചില ഘട്ടങ്ങളെങ്കിലും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞ MV ഗോവിന്ദനെ പിന്നീട് ആ നിലപാട് മാറ്റി പറയേണ്ടി വന്നു. ഒരു അന്വേഷണമില്ല, അപമാനിക്കാനുള്ള ആരോപണങ്ങളാണ് എന്ന രൂപത്തിൽ പറയേണ്ടി വന്നു. അപ്പോൾ ഇത് പൂർണ്ണമായും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു. സംസ്ഥാന സമിതിയിൽ നോക്കൂ, ഈ വിഷയത്തിൽ ഏതൊക്കെ തരം വിമർശനങ്ങൾ ഉയർന്നു. PR വിവാദത്തിൽ എന്തുകൊണ്ട് കൃത്യമായ മറുപടി പറയാനാകുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്ന കണ്ണൂരിലെ നേതാക്കളിൽ നിന്നാണ്. MV ജയരാജിൽ നിന്ന് പ്രതികരണം വന്നിരിക്കുന്നു. ഇവിടെ കൊച്ചിയിൽ നിന്നുള്ള ചന്ദ്രൻപിള്ളയിൽ നിന്ന് ആ പ്രതികരണം വന്നിരിക്കുന്നു. അപ്പോൾ ചോദ്യങ്ങൾ സംസ്ഥാന സമിതിയിൽ നിന്ന് തന്നെ ഉയരുകയാണ് എന്ന് പറയുമ്പോൾ ഈ സമ്മേളന കാലയളവിൽ ഇനി വരുന്ന സമ്മേളനങ്ങളിലൊക്കെ തന്നെയും ഈ ചോദ്യങ്ങൾ ഉയരുമെന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾ എങ്ങനെ നേരിടും? ജനത്തിനറിയാം എന്ന് പുറമേ പറഞ്ഞുകൊണ്ടായില്ല. അകത്തെ ചർച്ചകളും പ്രതികൂലമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ CPMനെ സംബന്ധിച്ച വലിയ അപകടമാണ് കാത്തിരിക്കുന്നത്. അപ്പുറത്തുനിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്ന പിന്തുണയും കിട്ടുകയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? മറ്റെന്തോ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി കിട്ടാനുണ്ട് എന്നുള്ളത്, ആ സംരക്ഷണത്തിന് പിന്നിൽ മറ്റെന്തോ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വാദം അല്ലെങ്കിൽ ആരോപണം അത് ശക്തിപ്പെടുന്ന രീതിയിലേക്കാണ് ഈ സംരക്ഷണം നീങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ PV അൻവറിൻ്റേത് ഇപ്പോഴത്തെ ചാണക്യതന്ത്രം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നാളെ PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നറിയില്ല. പക്ഷേ അപ്പുറത്ത് ന്യൂനപക്ഷം CPMനെ പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ സംരക്ഷകരെന്ന കരുതി പിന്തുണച്ചിരുന്നവരെല്ലാം നിലപാട് മാറ്റുന്നു
എന്നൊരു യാഥാർത്ഥ്യം കൂടി CPM-ന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ചാണക്യതന്ത്രമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇവിടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ അൻവറിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൻവർ അൻവർ രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയൊക്കെ പിന്നെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനപ്പുറത്ത് വളരെ സൂക്ഷ്മമായി നിങ്ങൾ നോക്കിയേ, ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ CPM-നോടുള്ള വിശ്വാസത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ആ CPM-നെ വിശ്വസിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ വിത്ത് മുളപ്പിക്കാൻ PV അൻവറിന് ഇതിനോടകം കഴിഞ്ഞു എന്നുള്ളൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി ഉണ്ടെന്ന്. അതാണ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് എന്താണ്, സമസ്ത ഭിന്നിക്കുന്നതാണെന്നത് അല്ലേ. ഇടതുപക്ഷത്തിന് വേണ്ടി ഇറങ്ങിയെന്ന് വാദിക്കുന്ന സമസ്ത നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ, എല്ലാ ദിവസവും ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അവരെല്ലാവരും തന്നെ ഇപ്പോൾ തിരിയുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ രണ്ടു കൂട്ടരുടെയും, ഇപ്പോൾ AP വിഭാഗത്തിൻ്റെയും EK വിഭാഗത്തിൻ്റെയും വ്യത്യസ്ത സംഘടനകളാണെങ്കിൽ പോലും അവരുടെയൊക്കെ പ്രതികരണം വരുന്നത് എന്താണ്, നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്നുള്ളതാണ്. അത് മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളെയാണ്. ഒരു സംഘടന ഞാൻ പറഞ്ഞു ഈ കാര്യത്തോട് അനുകൂല നിലപാട് സ്വീകരിച്ച സംഘടന ഏതാ? ഇല്ല, ഒരു സംഘടന സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് മലബാറിലെ ഒരു സംഘടന സ്വീകരിച്ചിട്ടില്ല, ഒരാളും പ്രതിരോധിക്കാൻ എത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചാണക്യതന്ത്രം Meet the editors.